നമസ്കാരം. എല്ലാവർക്കും ഷാവിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും ആശംസകളും അഭിനന്ദനങ്ങളും. ബഹുമാന്യരെ, വൈക്കം സത്യാഗ്രഹ സമരത്തിൻ്റെ 100ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ അവർക്കും അതിൽ പങ്കെടുക്കാനെത്തിയ കേരള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ സഖാവിനും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസകളും. അക്കൂട്ടത്തിൽ പെരിയാർ രാമസ്വാമി നായ്ക്കരുടെ പേരിലെ പരിഷ്കരിച്ച ലൈബ്രറി ഉദ്ഘാടനം നടന്നു. പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും സംസാരിക്കാതെ യോഗം പിരിഞ്ഞു. അതിൽ പല കാരണങ്ങളുണ്ട്, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും. എന്തെങ്കിലും ആട്ടെ, അത് ഭംഗിയായി നടന്നു. മറ്റൊന്ന് ക്രിസംഗി, മുസംഗി, പിന്നെ സംഘി, അങ്ങനെ 3 വിഭാഗമാണ് ഇപ്പോൾ ഉള്ളത്. ക്രിസ്ത്യൻ സുഹൃത്തുക്കളുടെ സംഘികളും സാധാരണ സംഘികളും പിന്നെ മുസ്ലിം സംഘികളും. അപ്പോൾ നാളെ ഒരുപക്ഷെ ഞാൻ മുസംഗി ആവില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിലാണ് പറയുന്നത്. കാരണം മാറ്റമില്ലാത്ത വസ്തു ലോകത്ത് മാറ്റം മാത്രമാണ്. ചിലപ്പോൾ എല്ലാം മാറിക്കൊണ്ടിരിക്കും. അതിൽ ഫക്രുദ്ദീൻ അലി, അദ്ദേഹം സംഘി ചാനൽ വന്നിട്ട് സംഘിക്ക് ഏതാണ്ട് അനുകൂലമായ രീതിയിലാണ് സംസാരമെല്ലാം. ആയിക്കോട്ടെ, ഓരോരുത്തർ അവകാശം. പക്ഷേ അദ്ദേഹം ഡോക്ടർ കൂടിയാന്ന് പറഞ്ഞത്. എൻ്റെ ഫക്രുദ്ദീൻ അലി സാഹിബെ, അങ്ങേപ്പോലുള്ള ഡോക്ടറേറ്റ് ആണെങ്കിൽ അതുപോലെ 100 ഡോക്ടറേറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം അറിയോ, ജാതി സെൻസസ് കൊണ്ട് ഇന്ത്യ തകരും എന്നാണ് പറയുന്നത്. അങ്ങേക്കാൾ, അതായത് അംബേദ്കറേക്കാൾ വലിയ ആളെന്ന് പറയാൻ പറ്റില്ല. അംബേദ്കറുടെ ഒപ്പുള്ള ആളായിരിക്കും ഒരു പക്ഷേ ഫക്രുദ്ദീൻ അലി. പക്ഷേ അതിനേക്കാൾ വലിയ ആളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. എങ്ങനെയാണ് സാർ ഈ ജാതി സെൻസസ് എടുത്തുകൊണ്ട് ഇന്ത്യ തകരുന്നത്? സാമൂഹ്യ നീതിക്ക് നടപ്പിൽ വരും, അതുകൊണ്ട് ചില വിഭാഗങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്നല്ലാതെ ഇന്ത്യ അവിടെ തകരില്ല. തന്നെയല്ല, ഒരു രാഷ്ട്രത്തിന് പുരോഗതി എന്ന് പറഞ്ഞ് ഫക്രുദ്ദീൻ അലി അത് പഠിക്കാത്ത ചില വിഷയം ഇപ്പോൾ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഒക്കെ ശരിയാണെങ്കിലും അങ്ങ് പഠിക്കാത്ത ചില വിഷയമുണ്ട്. എന്താണെന്നറിയോ, ഈ ലോകത്തിന് വേണ്ടി സാമൂഹ്യ നീതിയാണ്, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫക്രുദ്ദീനെ ഞാൻ പേരെടുത്ത് പറയുകയാണ്. ഞാൻ നേരിട്ട് കണ്ടുപോലുമില്ല. കുറേ വർഷങ്ങളായിട്ട് സംഘ ചാനലിന് വേണ്ടി വാദിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ വിട്ടുകളഞ്ഞ് പോട്ടെ, ഓരോ കാര്യസാധ്യത ഉണ്ടാവും. പക്ഷെ ഇത് പറയുന്നത് ജാതി സെൻസസ് അല്ലെങ്കിൽ ഒറ്റച്ചന്തിയിട്ട് ചില ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ചരിഞ്ഞിരുന്നിട്ട് പറയാണ് ജാതി സെൻസസ് ഇന്ത്യയെ തകർക്കും. എങ്ങനെയാണ് സർ ജാതി സെൻസസ് തകർക്കുന്നത്? ഒരു രാഷ്ട്രത്തെ പുരോഗതി എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രത്തെ എല്ലാ വിഭാഗങ്ങളുടെയും എല്ലാ മേഖലയുടെയും പുരോഗതിയാണ് എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു, ലോക ഫിലോസഫി പറയുന്നു, ലോക മനഃശാസ്ത്രം പറയുന്നു. അത് എതിർക്കാൻ പറ്റുമോ? അങ്ങേക്ക് ഡോക്ടറേറ്റുള്ള അങ്ങേക്ക് എതിർക്കാൻ പറ്റുമോ? അപ്പോൾ അത് അങ്ങനെ സാമൂഹ്യ നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തുല്യ അവകാശം കിട്ടണമെങ്കിൽ അവനവൻ്റെ പോരായ്മ മനസ്സിലാക്കണ്ടേ? ആ പോരായ്മ എങ്ങനെ മനസ്സിലാക്കുന്നത്? ജാതി അടിസ്ഥാനത്തിലല്ല, വിഭാഗമായിട്ട് കണക്കാക്കാണ്. ഇന്ന വിഭാഗങ്ങളാണ് ഇന്ത്യയിലുള്ളത്, ആ വിഭാഗത്തെ വേണ്ടി അങ്ങനെ കണ്ടുപിടിച്ച് അതിൻ്റെ ഷോർട്ടേജ് പരിഹരിച്ചാലല്ലേ അതിനൊരു തീരുമാനമാവുള്ളൂ, അതല്ലേ ഒരു രാഷ്ട്ര പുരോഗതിയാവുള്ളൂ. അപ്പോൾ രാഷ്ട്ര പുരോഗതി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ മേഖലകളുടെയും പുരോഗതിയാണ് എന്ന ആധുനിക ശാസ്ത്രം പറയുന്ന ആ ഒരു സത്യത്തെ അങ്ങ് ഖണ്ഡിക്കുകയാണ്. ആർക്ക് വേണ്ടി? സംഘപരിവാറിന് വേണ്ടി. ആയിക്കോട്ടെ, അങ്ങക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കും, അതൊന്നും ബാധിക്കുന്നതായില്ല. ഞാൻ പറഞ്ഞു, പക്ഷെ നാളെ ഞാൻ മരിച്ചു പോയില്ല, ഇനി കുറേ കാലം ചില പക്ഷേ എൻ്റെ ചിന്താഗതി മാറി ചിലപ്പോൾ ക്രിസ്ത്യക്ക് ബാധിച്ചിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ അതിന് സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ജാതി സെൻസസ് കൊണ്ട് രാജ്യം നശിക്കുമെന്ന് പറഞ്ഞ് സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്ന് കൈമണി അടിക്കാൻ രീതി സാധാരണ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത് ആദ്യം അവസാനമായിട്ട് പറയണം. ഈ വിഷയത്തിൽ പോയി പാടെങ്കിൽ 2 മണിക്കൂർ സംസാരിക്കണം, അതിന് നമുക്ക് സമയമില്ലല്ലോ. മറ്റൊന്ന്, ഒരു ഡോക്ടർ KS രാധാകൃഷ്ണൻ, ഈ പേരെടുത്ത് തന്നെ പറയാം, കാരണം ഞാൻ അറിയുന്ന ആളാണ്, എൻ്റെ ഗുരു കൂടിയാണ്, എൻ്റെ നേതാവാണ്, ഞങ്ങൾ സഹപ്രവർത്തകരാണ്, ഒക്കെ ശരിയാണ്. അദ്ദേഹം ഇതിനുമ്പോൾ പലരും ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്
ഇവിടെയാണ് ശ്രീമൻ നെഹ്റുജി പറഞ്ഞത്, വിവരമില്ലാത്തവൻ്റെ വർഗീയതയേക്കാൾ അപകടമാണ്, ആപത്താണ് വിവരമുള്ളവൻ്റെ വർഗീയത എന്ന് പിന്നെ നെഹ്റുജി പറഞ്ഞ് എത്ര ശരിയാണ്. ഡോക്ടർ കെ രാധാകൃഷ്ണൻ ഡോക്ടറേറ്റ് ഡിഗ്രിയിലെ ആൾ, ഉന്നത ഡിഗ്രിയിലെ ആൾ, PSCയുടെ ചെയർമാൻ, സംസ്കൃത സർവകലാശാലയിലെ വൈസ് ചെയർമാൻ ഗവർണറാണല്ലോ. അവിടെ നിന്നാണ് പുള്ളി ഈ സംഘപരിവാറിലേക്ക് ആശയം മാറിയതൊക്കെ. അപ്പോൾ അദ്ദേഹം ബ്ലാക്ക് മെയിൽ ചെയ്ത് അല്ലെങ്കിൽ മാനസിക ബ്രെയിൻ വാഷ് ചെയ്തെടുത്താണ്. അതിന് മുമ്പ് അത് പക്ക സാമൂഹ്യ നീതിക്ക് വേണ്ടി പോകുന്നത്. എൻ്റെയൊക്കെ യോഗങ്ങളിൽ എത്രയോ യോഗങ്ങൾ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ക സാമൂഹ്യ നീതിക്ക് വേണ്ടി, സോഷ്യലിസത്തിന് വേണ്ടിയൊക്കെ, മതേതരത്തിന് വേണ്ടി പറഞ്ഞ ആളാണ്. ഇന്ന് പക്ക കമ്മ്യൂണലായി, പക്ക ഫാസിസ്റ്റ് അനുകൂലമായത്. എന്താ പറഞ്ഞറിയോ? വഖഫിൻ്റെ കാര്യത്തിൽ അത് തീരുമാനമെടുക്കും മൊല്ലമാരാണ് വരുന്നത്, അവർ തീരുമാനമെടുക്കുന്നതാണ്. ഇതിനു മുമ്പ് വല്ല കൃസംഗീത് പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ ഏറ്റെടുത്തില്ല. കാരണം അറിയുമോ, അതൊക്കെ വീരമില്ലാത്തായിരിക്കും. പക്ഷെ ഡോക്ടർ കെ രാധാകൃഷ്ണൻ പിള്ളേർ പറയുമ്പോൾ അത് വീരമില്ലായ്മയല്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓർമ്മക്കുറവ് സംഭവിക്കണം, ചിലപ്പോൾ പ്രായമാകുമ്പോൾ ഓർമ്മക്കുറവ് സംഭവിക്കും. അതൊന്നും സംഭവിച്ചിട്ടില്ല. വഖഫ് ബോർഡ് കൂടാതെയാണ് വഖഫ് ട്രിബ്യൂണൽ. വഖഫ് ട്രിബ്യൂണലിൽ അതിനെ നിയമിക്കുന്നത് ജില്ലാ റിട്ടയർഡ് ജഡ്ജോ ജില്ലാ ജഡ്ജോ ആയിരിക്കണം. അത് മൊല്ലയല്ല, റിട്ടയർഡ് ജഡ്ജി ആയിരിക്കണം, അല്ലെങ്കിൽ ജില്ലാ ജഡ്ജി ആയിരിക്കണം. അത് മുസ്ലിമായിക്ക് നിർബന്ധമില്ല, അമുസ്ലിമായാലും കുഴപ്പമില്ല, നീതി ലഭിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ജില്ലാ ജഡ്ജിയുടെ അതേ പോസ്റ്റും അതേ റാങ്കുള്ള ആളാണ്. അത് മുസ്ലിം ആകെ നിർബന്ധമില്ല. അങ്ങനെ അതിനിങ്ങനെയുള്ള ആളെ വഖഫ് ട്രിബ്യൂണൽ വയ്ക്കുള്ളൂ. ട്രിബ്യൂണൽ വേറെ, ഒക്കെ ബോർഡ് വേറെ. ഇപ്പോൾ ദേവസ്വം ബോർഡുണ്ട്, ചർച്ച് ബോർഡില്ല, ചർച്ച് ആക്ട് മാത്രമേ, ചർച്ച ഇവിടെ ഇല്ല, അവിടെ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിനെ നിയമിക്കുന്നത് സർക്കാരാണ്, അത് ജഡ്ജിയുടെ റാങ്കാണ്. എന്നിട്ട് ഇദ്ദേഹം പറയണം, ഞാൻ ഇതിൽ കണ്ണുകൊണ്ട് കാണുകയും ചെവി കേൾക്കുകയും ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ വേറെ കേട്ട് പറഞ്ഞല്ല. അപ്പോൾ അദ്ദേഹം അത് മുല്ലമാരാണ് നിയമിക്കുന്നത്, മുല്ലമാരാണ് അത് തീരുമാനിക്കുന്നത്. ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വഖഫായിട്ട് പ്രഖ്യാപിക്കാം. എൻ്റെ രാധാകൃഷ്ണൻജി, വാസ്തവത്തിൽ ധീവരസഭയിൽപ്പെട്ട അങ്ങേക്ക് ഒരു MLA സീറ്റ് ഒന്ന് ജയിപ്പിച്ചെടുക്കാത്ത കോൺഗ്രസ് തെറ്റാണ്. ഞാൻ പറഞ്ഞുള്ളത്. കാരണം ഇപ്പോൾ ഒരു 5% വരെ ധീവരന്മാർക്ക് വേണ്ടി 7 സീറ്റിലും കൊടുക്കാം, ജനസംഖ്യ ആനുപാതികമായിട്ട് നോക്കിയാൽ പ്രപ്പോർഷനേറ്റ്. അതിൽ ഒരാൾക്ക് മാത്രം 2 മുന്നിനും കൊടുക്കും, 1 മുന്നിൽ 2 മുന്നിൽ കൊടുക്കും, ഒരൊറ്റ ധീവരന് മാത്രമേ ഉള്ളൂ. അതാണ് ശർമ്മയൊക്കെ ജയിച്ചു പോകുന്നത്, മറ്റദ്ദേഹവും. അപ്പോൾ നിങ്ങൾ അങ്ങേപോലെ ഒരാൾക്ക് ഇത് കൊടുത്തില്ല, അത് താങ്കൾ അധികാരത്തിന് പുറകെ പോയി BJP പോയതല്ല, വേറെ ഒന്നല്ല, അതൊക്കെ പോട്ടെ. പക്ഷെ നിങ്ങളൊക്കെ പറയുമ്പോൾ, ഇത്ര വസ്തുനിഷ്ഠമായിട്ട് നുണ പറയുമ്പോൾ, എന്താണ് രാധാകൃഷ്ണജി നിങ്ങൾക്ക് കിട്ടിയ സംസ്കാരം, അറിവ്, നോളജിൻ്റെ പര്യായം? വഖഫ് ട്രിബ്യൂണലിൽ നിയമിക്കുന്നത് മൊല്ലയല്ല. ഞാൻ വീണ്ടും പറയാണ്, എല്ലാ ജനങ്ങളും കേൾക്കാൻ വേണ്ടി പറയാണ്. തെറ്റടി തിരുത്താൻ പറ്റില്ല, 100% ശരിയാണ്. അവിടെ തെറ്റടി തിരുത്തണം എന്ന് ഞാൻ പറയുന്നില്ല. ഇക്കാര്യത്തിൽ 100% അറിയാം, ബോധ്യമുണ്ട്, 100% ബോധ്യമുള്ള കാര്യമാണ്. ട്രിബ്യൂണൽ നിയമിക്കുന്ന അത് റിട്ടയർഡ് ജഡ്ജോ അല്ലേക്കും, അത് മൊല്ലാക്ക് പറ്റില്ല. മുസ്ലിം തന്നെ ആകണമെന്നില്ല, മുസ്ലിമായാലും കുഴപ്പമില്ല. അങ്ങനെയാണ് നിയമം ഇരിക്കെ അത് മൊല്ലമാരാണ് നിയമിക്കുന്നത്, മൊല്ലമാരാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ താങ്ങയുടെ അറിവ് വളരെ മോശമാണ്. അറിവില്ലായ്മ മാത്രമല്ല, അതൊരു അറിവില്ലായ്മ കുറ്റമല്ല, അത് ഭൂഷണമാക്കരുതെന്ന് പറയുമ്പോൾ അത് ഭൂഷണമാക്കിയല്ലേ, മോശമല്ലേ സാർ? അങ്ങനെ ചെയ്യരുത് പ്ലീസ്. മറ്റൊന്ന്, ഇനി ഒരു കാര്യം, ഈ വൈക്കം ഇതുണ്ടല്ലോ, മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞാൽ അത് നിശ്ചഭൂമിയായിട്ട് സർക്കാരിൽ പോവില്ലേ? സർക്കാരിൽ പോകുമ്പോൾ ആ ഭൂമി നിങ്ങൾക്കൊരു നിർബന്ധമുണ്ടോ? നിങ്ങൾ എവിടെ ചെയ്ത് ചോദിക്കും? മുസ്ലിങ്ങളെ പേടിപ്പിക്കാം, മുസ്ലിങ്ങൾക്ക് ചെറിയ ധിക്കാരമായ പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളും കാണിക്കാം. പക്ഷെ സർക്കാർ കാണിച്ചാൽ മുട്ടിനടിയുള്ളൂ. പക്ഷേ അത് വഖഫ് ഭൂമി അല്ലെന്ന് സമർത്ഥിച്ചാൽ ആ ഭൂമി മിച്ചഭൂമിയാവുമ്പോൾ സർക്കാരിലാവൂലേ? സർക്കാർ കിട്ടിയാൽ നിങ്ങൾക്ക് നിയമമുണ്ടോ? അതുകൊണ്ട് നിയമമില്ല, അങ്ങനെ അത് പ്രശ്നങ്ങളാവും. അപ്പം അതുകൊണ്ട് ആ വശങ്ങൾക്ക് നമ്മൾ സമതുലിതാവസ്ഥ അല്ലെങ്കിൽ സാമാന്യ മര്യാദകൾ അമിക്കബിൾ സെറ്റിൽമെൻറ്റിൽ പരിഹരിക്കുക എന്ന് തന്നെയാണ്. ഇപ്പോൾ വഖഫ് ഭൂമിയാണ് എന്ന് ചോദിച്ച് ഇത്രയും കാലം താമസിച്ചവർക്ക് അവർക്ക് ഒരു ന്യായം എന്തെങ്കിലും രേഖാമൂലം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാണാൻ
വേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഇങ്ങനെ പ്രശ്നം തീർക്കുന്നല്ലാണ്. പക്ഷേ കണ്ണടിച്ച് ഇരുട്ടാക്കരുതെന്ന് പറയാണ്. മറ്റൊന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, കോൺഗ്രസ് നേതാക്കളോട് അറിഞ്ഞോ അറിയാന്നറിയില്ല, അത് വാര്യരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇതൊരു മനഃശാസ്ത്രം പറയാണ്. അങ്ങനെ നിൽക്കുന്ന ചില പാർട്ടികൾ പ്രവർത്തിച്ച് ആത്മാർത്ഥി പ്രവർത്തിച്ച് അവിടെ നിന്ന് തന്ത്രപരമായി പ്രശ്നമുണ്ടാക്കി പുറത്തു വന്ന് വേറൊരു പാർട്ടിയിൽ കയറി ആ പാർട്ടിയിലെ ഉന്നത സ്ഥാനത്തെത്തി അവിടുത്തെ എല്ലാ ഉന്നത സ്ഥാനത്തെത്തുമ്പോൾ എല്ലാ രഹസ്യങ്ങളും അതിൻ്റെ ചുറ്റോടെല്ലാം മനസ്സിലാക്കി അങ്ങനെ രണ്ടാമത് വന്ന പാർട്ടിയിൽ അന്തഛിദ്രം ഉണ്ടാക്കി ഒരു ഗ്രൂപ്പും കൂടി എടുത്ത് വന്ന പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു പാർട്ടിയിലേക്കോ പോയാൽ അതിങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു, മനസ്സ് പറയുന്നു. അത് കോൺഗ്രസിനെ കുറിച്ചാണോ അല്ലെങ്കിൽ ഇപ്പോൾ വാര്യരെക്കുറിച്ചോ ഞാൻ പറയുന്നില്ല, അതൊക്കെ കാലം തെളിയിക്കട്ടെ. പക്ഷേ മനഃശാസ്ത്രമായിട്ട് വിലയിരുത്തുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ച കാര്യങ്ങൾ ലോകത്തിന് മുമ്പ് ആയിരക്കണക്കുണ്ട്, ഇപ്പോഴുണ്ട്, ഇനിയും ഉണ്ടാകും. അപ്പോൾ അന്ധമായ രീതിയിൽ ഓരോ പാർട്ടികളും എവിടെന്നെങ്കിലും വരുന്നവരെ പിടിച്ച് അത് കണ്ണായ സ്ഥലത്ത് ഇരുത്തി ആ പാർട്ടി നശിപ്പിക്കരുതേ എന്ന് ഒരു സൂചന വേണ്ടപ്പെട്ട അധികാരികളോടും പാർട്ടികളോടും പറയുകയാണ്. അത് ബുദ്ധിമുട്ടി മനസ്സിലാക്കാം, വരികൾക്കിടയിലൂടെ മനസ്സിലാക്കാം. പിന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മമതായുടെ ജനത്തിൽ വേണമെന്ന് ഇന്ത്യ മുന്നണിയുടെ മറ്റ് കക്ഷികൾ പറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. അതിൽ നമ്മൾ കോൺഗ്രസിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വോട്ടിംഗ് മെഷീനിലൊക്കെ പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞ് കേസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നത്? ആലുവയിലൊരു പണക്കാരുണ്ടായിരുന്നു. ആ പണക്കാരുടെ അടുത്തേക്ക് തല്ലി കൊണ്ടുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ സ്വീകരിക്കില്ല. തല്ല് കുറച്ചതിന് ശേഷം വന്നു കഴിഞ്ഞാൽ അവർ സംരക്ഷണം കൊടുക്കാൻ പറയും. അതുപോലെ നിങ്ങൾക്ക് ഇത്ര കാലമായിട്ടും 11 വർഷം മോഡിജി വന്നതിന് ശേഷം അതിനു മുമ്പുണ്ടെങ്കിലും EVM-നെതിരെ ആദ്യമായിട്ട് പരാതിപ്പെട്ടത് BJPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റായിരുന്ന പ്രധാനമന്ത്രിയായ ആഭ്യന്തരമന്ത്രിക്കായിരുന്ന LK അദ്വാനിയാണ്. ആ മിഷനിൽ പരാതി ഇപ്പോൾ BJPയെ സംബന്ധിച്ചോ BJP മുന്നണിക്ക് ഒരു പരാതിയില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ഈ ഇരുട്ട് വെളുത്ത് അല്ലെങ്കിൽ വെളുപ്പ് ഇരുട്ടായി. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇത്രയും സങ്കീർണമായ വിഷയങ്ങൾ ഉണ്ടായി എന്ന് വിവിധ കോണുകളിൽ നിന്ന് പരാതി രേഖാമൂലം വന്നിട്ടും നിങ്ങൾ എന്തും മിണ്ടാതിരുന്നു? നിങ്ങൾക്ക് പ്രതികരിക്കാൻ സമയം നിങ്ങൾക്ക് തോറ്റ് കഴിയുമ്പോൾ അടിക്കൊണ്ടതിന് ശേഷം തിരുമുള്ളൂ എന്ന് പറയും പോലെ പോറ്റതിന് ശേഷമാണ് നിങ്ങൾക്ക് ബോധോദയം ഉണ്ടാവുള്ളൂ. അപ്പോൾ മുഴുവൻ വില പോകും. കാരണം കോടതി പിരിഞ്ഞതിന് ശേഷം വക്കീലിന് നിയമം തെളിഞ്ഞിട്ട് കാര്യമില്ല. കോടതി കൂടുമ്പോൾ വേണം വക്കീൽ നിയമം തെളിയാൻ. അങ്ങനെ കോടതി കൂടിക്കൊണ്ടിരിക്കെ ജഡ്ജിയുടെ സ്ഥാനത്തിൽ ഉത്തരം പറയാൻ വക്കീൽ സാധിച്ചില്ല. അങ്ങനെ കേസ് തോറ്റുപോയി. ആ വക്കീൽ വീട്ടിൽ ചെന്ന് ഊണും കഴിച്ച് പെൺപിള്ള ഇന്ന് മുറുക്കാനോ അല്ലെങ്കിൽ വാങ്ങിച്ച് എത്തുമ്പോൾ ആലോചിച്ചാൽ ഇങ്ങനെ പറയായിരുന്നു എന്ന് വിചാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിനാണ് പറയുന്ന എൻ്റെ ഫിലോസഫി. കോടതി പിരിഞ്ഞതിന് ശേഷം വക്കീൽ നിയമം തെളിഞ്ഞിട്ട് കാര്യമില്ല, കോടതിക്കകത്ത് വെച്ച് നിയമം തെളിയും. നിങ്ങളത് ഉപകരിക്കുള്ളൂ. അതുപോലെ ഇലക്ഷൻ അങ്ങ് സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇലക്ഷൻ ഇല്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷം ഇല്ല, പ്രതിപക്ഷ നേതൃത്വം കിട്ടില്ല, പ്രതിപക്ഷക്കാർ പങ്കെടുത്തില്ലല്ലോ. അതുപോലെ നിങ്ങൾക്ക് ബോയ്ക്കോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി വോട്ടിംഗ് മെഷീൻ മാറ്റാൻ ഞങ്ങൾ ഇലക്ഷൻ പങ്കെടുക്കില്ല, അവർ ഭരിക്കട്ടെ, എല്ലാവരും എടുക്കണം. അത് ചെയ്ത് തോറ്റ് കഴിയുമ്പോൾ വോട്ടിംഗ് മെഷീൻ കുറ്റം പറയുമ്പോൾ അതൊക്കെ ആണോ ശരി? അതാ പറഞ്ഞത്. ഇന്ത്യ മുന്നണിയുടെ ചില നേതാക്കൾക്കെങ്കിലും ചില പാർട്ടികൾക്കെങ്കിലും അപക്വമായ തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ അവർ ജാഗ്രത കാണിക്കുകയാണ്. വാസ്തു ജാഗ്രത കാണിച്ചിട്ട് പക്വമായ തീരുമാനം എടുക്കല. ഇത് അപക്വമായ തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ ജാഗ്രത ഉണ്ട്. അതാണ് ബുദ്ധിമോശം. ഇനി എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കിയത്? ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്? ആ സ്റ്റേറ്റിൽ ഏത് സ്റ്റേറ്റ് നിങ്ങൾ ഭരിക്കുന്നുണ്ട്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർത്ത് കളഞ്ഞല്ലേ.
അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകരാൻ പാടില്ല. ഇന്ത്യയുടെ അടിസ്ഥാന സ്തംഭം എന്ന് പറയാവുന്ന ഇന്ത്യൻ ഭരണഘടന പോലെ ആവശ്യമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മറ്റു പല പാർട്ടികൾക്കും കൊണ്ടായിക്കോട്ടെ, എങ്കിലും ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഉന്നത കുല നേതാക്കളുടെ വൈകല്യം മൂലമാണ്, അല്ലെങ്കിൽ മണ്ടത്തരം മൂലമാണ് ഈ വരുന്ന ഇലക്ഷനിലേക്ക് ഇങ്ങനെ തോപ്പിട്ട് പോകുന്നത്. കേരളത്തിൽ സ്ഥിതി മോശമാവില്ല. ഇപ്പം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ രണ്ടും നടന്ന കിടക്കാതെ പഞ്ചായത്ത് ഇലക്ഷൻ 35 വാർഡ് അതിൽ UDF മേൽക്കൈയുണ്ടായി. അതൊന്നും ശാശ്വതമാവില്ല. അതൊന്നും സ്ഥിരമായി കണക്കാക്കരുത്. അത് ഒന്നാമത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം ഒരു അധികാരം മാത്രമാണ്. അവിടെയാണ് പ്രശ്നം. പക്ഷെ BJPയെ സംബന്ധിച്ച് ലക്ഷ്യം അധികാരമാണ്. പക്ഷെ സംഘപരിവാറിനെ സംബന്ധിച്ച് അതവിടെ സംഘപരിവാറിനെ സംബന്ധിച്ച് ലക്ഷ്യം അധികാരമല്ല. അവർക്ക് ഞങ്ങൾ പറയും പോലെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ ഒന്ന് മാത്രമാണ് അധികാരം. BJPക്ക് അധികാരത്തിക്കാരെ മതി, കോൺഗ്രസിന് അധികാരത്തിക്കാരെ മതി. അവിടെയാണ് വ്യത്യാസം. സംഘപരിവാറും ജനതാദൾ രാഷ്ട്രീയവും ഞങ്ങളുടെ പ്രസ്ഥാനം തമ്മിലുള്ള ചില ഒരു യോജിപ്പ് മറ്റെല്ലാ പാർട്ടികളെയും നിയന്ത്രിക്കുന്നത് ഒരുപിടി സവർണ വിദേശ വൈദേശിക വർഗമാണ്. മറിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഇത് 88% പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രാമുഖ്യമുള്ള പാർട്ടിയാണ്. മറ്റു സവർണ വിഭാഗം ഇല്ലെന്നില്ല. അതുപോലെയാണ് സംഘപരിവാറിനെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം അധികാരമല്ലെന്ന്. അവർക്ക് വലിയ ലക്ഷ്യമുണ്ട്. അത് ശരിയോ തെറ്റോ വേറെ വശം. അതിനുള്ളൊരു മാർഗം മാത്രമാണ് അധികാരം. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും അവർ ചില സമയത്ത് കൈകാര്യം ചെയ്യും. അവർക്കത് മതി, അവർക്ക് അനുകൂലിക്കാണ് കോൺഗ്രസ്. BJPയുടെ ഭരണത്തിൽ കേടുവന്ന് സംഘപരിവാറില്ല. അത് ഇനിയെങ്കിലും കോൺഗ്രസ് മനസ്സിലാക്കുക. കോൺഗ്രസ്സാണ് അവരുടെ സഹകരിച്ച് പോകുന്നത്. പണ്ട് കോൺഗ്രസ് സഹകരിച്ച് പോയിട്ടുണ്ട്. കോൺഗ്രസ് എന്തെല്ലാം ആനുകൂല്യങ്ങൾ RSS ചെയ്തു കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് പല നേതാക്കളും പകല് കോൺഗ്രസും രാത്രി RSSോട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴും നിലവിൽ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ അത് മനസ്സിലായില്ലേ? അപ്പം അതാണ് മെയിനായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ഈ സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരെ, സാമൂഹ്യ നീതിക്കെതിരെ നടക്കുന്ന കാര്യങ്ങൾ മാറ്റിയെടുത്ത് അതിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. സാമൂഹ്യ നീതി വരുമ്പോൾ തന്നെ അധികാരം നിങ്ങളുടെ കയ്യിൽ വരും. നിങ്ങൾ പ്രധാനമന്ത്രിയാൻ വേണ്ടി നടന്ന് കലം ഉടക്കാല്ലാതെ ഉടനെയൊന്നും ആവില്ല. ഈ രീതിയിലാണെങ്കിൽ പല സന്ദർഭങ്ങൾ കഴിഞ്ഞുപോയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്. ഞങ്ങൾ പ്രണബ് മുഖർജിയെ പ്രധാനമന്ത്രി ആക്കിക്കൊണ്ട് മൻമോഹൻ സിംഗിനെ പ്രസിഡന്റ് ആക്കിയതെങ്കിൽ ഇന്നും ഭരണം പോകില്ല, കോൺഗ്രസ് ഭരണം ഉണ്ടാവും. പിന്നെ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി BJPയെ നയിക്കുക, മറ്റേ മണിശങ്കർ അയ്യർ കോൺഗ്രസ്സാണല്ലോ, കോൺഗ്രസ് വലിയതാവില്ലേ. അദ്ദേഹം എന്താ പറഞ്ഞു, ബാബരി മസ്ജിദ് നിലനിന്നെങ്കിൽ ഇന്നും കോൺഗ്രസ് ഭരണത്തിൽ പോകില്ലായിരുന്നു. അപ്പം അതാണ് നിങ്ങളുടെ അപക്വമായ അജ്ഞതയെന്നോ അറിവില്ലായ്മയൊന്നും പറയാൻ പറ്റില്ല, കഴിവേടെന്ന് പറയാം. അറിവില്ലായ്മ കരുതി കൂട്ടുന്നില്ല, കഴിവേട് കൊണ്ടാണ് ഭരണം കോൺഗ്രസ് പോയത്. തന്നെ 10 വർഷം നിങ്ങൾ ഭരിച്ചല്ലോ ഇന്ത്യയിൽ ഏകപക്ഷീയമായിട്ട് നല്ല ഭൂരിപക്ഷത്തോടെ. അപ്പോൾ വന്ന ഈ അഴിമതിയൊക്കെ എവിടുന്ന് വന്നു, എങ്ങനെ വന്നൊക്കെ അന്വേഷിക്കാനുള്ള സംവിധാനം നിങ്ങൾക്കില്ലേ? ഇന്ന് BJP ഉപയോഗിക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന രഹസ്യാന്വേഷണം. ഇവിടെ റോണ്ട് എന്തെല്ലാം ഒരു സംഘടന ഉണ്ട്, അവരെ ദൃഷ്ടി മനസ്സിലാക്കാതെ ഇതിൻ്റെ പുറകിൽ കളിക്കുന്നതാണ്. അത് നിങ്ങൾ കളിച്ചില്ലല്ലോ. നിങ്ങളിത് കോൺഗ്രസ് ഭരണം താഴെ ഇറക്കാൻ വേണ്ടി കളിച്ച ഒരു വലിയ പത്രപ്രവർത്തകൻ, ഒരു മലയാളിയാണ്. അയാൾ അവസാനം ക്ഷമ ചോദിച്ചില്ലേ, ഞാൻ പറഞ്ഞല്ലേ തെറ്റായിപ്പോയി, കോൺഗ്രസ് താഴെ ഇറക്കാൻ വേണ്ടി ചെയ്താണെന്ന്. അപ്പോൾ അയാൾ അത് ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ എന്ത് രഹസ്യാന്വേഷണം ഒടുകിയിട്ടില്ല? രഹസ്യാന്വേഷണം എന്തുകൊണ്ട് പ്രധാനമന്ത്രി അറിയിച്ചില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി അറിയിച്ചില്ല? ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ട് അറിയാതെ പോയി? ഞാൻ ഒരു ഉറക്കം തൂങ്ങിയൊരു നേതാവുണ്ടല്ലോ, പിന്നെ മഹാരാഷ്ട്ര ആ സ്വാമി സമരം ചെയ്തല്ലോ ഡൽഹിയിൽ, ഇപ്പോൾ കെജ്രിവാളിൻ്റെയൊക്കെ നേതാവായിട്ട്. എന്നിട്ട് കോൺഗ്രസിൻ്റെ ഭരണം താഴെ ഇറങ്ങിയതിന് ശേഷം BJP ഭരണത്തിൽ വന്നതിന് ശേഷം ആ മനുഷ്യൻ വായു തുറന്നല്ലോ. കഴിഞ്ഞ 11 വർഷം ഒരിക്കൽ മാത്രം വായു തുറന്നു. അത് മഹാരാഷ്ട്രയിൽ സൂപ്പർ മാർക്കറ്റിൽ കൂടി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ കൂടി ബിയർ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തോ ഒരു വായു വന്നു, അത് പറ്റില്ല നാട്ടെ, അത് സ്വീകരിച്ചില്ല. ആ തൊപ്പിക്കാരനെ, ആ ഉറക്കം നോക്കി ആശാനെ.
അപ്പം ഈ ആശാനും ഈ പത്രപ്രവർത്തകരും എല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണം താഴെ ഇറക്കി BJPക്ക് അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയുള്ള കള്ളക്കളിയായിരുന്നു. അതൊരു പരിധിവരെ ചിദംബരം വരെ സഹിച്ചു പറയേണ്ടി വരും. കാരണം വോട്ടിംഗ് മെഷീനെ കുറിച്ച് ഇപ്പോഴും ചിദംബരത്തിൽ വരാതില്ലെന്ന് പറഞ്ഞാൽ ചിദംബരൻ്റെ മോനും ചിദംബരനും ഇപ്പോൾ അണ്ണാടി പിന്നെ തമിഴ്നാട്ടിലെ DMKയുടെ ആ മന്ത്രിയൊക്കെ അല്ലേ, അവരെ കൂടിയല്ലേ എത്ര കോടിക്കണക്കിന് അഴിമതി ചെയ്തു എന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ എന്ത് അന്വേഷിക്കാതിരുന്നു? ഈ സോണിയ ഉണ്ടായി, രാഹുൽ ഉണ്ടായി, പ്രിയങ്ക ഉണ്ടായി, എല്ലാ നേതാക്കളും ഉണ്ടായതല്ലോ. നിങ്ങളിത് അന്വേഷിക്കാതിരുന്നത്? ഈ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്പെക്ട്രം കേസൊക്കെ ചിദംബരത്തിനൊക്കെ പേരിൽ വന്നില്ലേ? അതെന്ത് നിങ്ങൾ അന്വേഷിക്കാതെ പോയി? അത് ആരംഭത്തിൽ മുളയെ നുള്ളിക്കളയേണ്ടിയിരുന്നില്ലേ? അത് നുള്ളിക്കളയാതെ സംഘപരിവാർ വരാണി വന്നോട്ടെ എന്ന് വെച്ച് കോൺഗ്രസിൻ്റെ ദുഷ്ട ഗ്രൂപ്പ് ഒരു വിഭാഗം സപ്പോർട്ട് ചെയ്തു ഈ കോൺഗ്രസ് വേണ്ട പോകാൻ. അങ്ങനെ അധികാരത്തിൽ കയറി. ഇനിയിപ്പം നാളെ നിങ്ങൾ വിചാരിക്കും ഈസി ആയിട്ട് അധികാരത്തിൽ നിന്ന് പിന്നെ ഈ BJP അങ്ങനെ ഇറക്കാൻ പറ്റുമോ? എല്ലാ സ്ഥലത്തും അവർ കയറി, എല്ലാ പോയിന്റും കൊച്ചു കേരളത്തിൽ പോരും. അതൊന്നും മനസ്സിലാക്കാതെ അന്ധമായ വ്യക്തിവിരോധവും കുതികാൽ വെട്ടും ഇപ്പോഴും യോജിപ്പുണ്ടോ? കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എന്തൊക്കെയാണ്? നിങ്ങൾ ഈ രാഹുലിനെ പ്രധാനമന്ത്രിയാക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത്. നടക്കാൻ പോകുന്നില്ല, നെവർ. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം. ഇനിയും കുറേ വർഷം പഠിക്കണം, സ്റ്റഡി ചെയ്യണം, രാഷ്ട്രീയം പഠിക്കണം. ഒരു ആകെ കൂടി ആകെ എന്നൊരു MP ആണ്, ഒരു കേന്ദ്രമന്ത്രി, സംസ്ഥാന മന്ത്രി, സംസ്ഥാന മുഖ്യമന്ത്രി, അങ്ങനെ ഘട്ടമായിട്ടൊന്ന്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം പെട്ടത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി, അതൊരു പ്രത്യേക സാഹചര്യത്തിലായത്. അതുപോലെ ഏത് നേതാവിനെ ഇന്ന് ഇന്ത്യയിൽ കൊന്നാലും അത്രയൊന്നും ഏകപക്ഷമായിട്ട് ഒരു പാർട്ടിക്കും BJP കിട്ടാൻ പോലെ കോൺഗ്രസ് കിട്ടാൻ പോകുന്നില്ല. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ കിട്ടി. പറ്റുമെന്നിട്ട് അപ്പോൾ അതിനർത്ഥം കുറച്ചുകൂടിയൊക്കെ കാര്യം പഠിക്കേണ്ടതുണ്ട്, പഠിക്കണം. അതല്ലാതെ ഞാൻ വീണ്ടും പറയാണ്, 543 സീറ്റ്, വീണ്ടും പറയുമ്പോൾ ദേഷ്യം ചിലർക്ക്, 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഇന്ത്യയിൽ നാഷണൽ കോൺഗ്രസിൻ്റെ സൂപ്പർ നേതാക്കളെ രണ്ടുപേരാണ് രാഹുൽ ഗാന്ധി, പ്രിയങ്കയും. അതുപോലെ സംശയമുണ്ടോ? സോണിയാഗാന്ധി മാറ്റി നിർത്തും. ആ രണ്ടുപേർക്കും ജയിക്കാൻ കൊച്ചു കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന് വേണം ജയിച്ചു പോകാൻ എന്ന്. എന്നിട്ട് 4 ലക്ഷം വോട്ട് കിട്ടിയത് എന്തൊരു ആഘോഷം, അർമാദിപ്പായിരുന്നു. ഇവിടെ പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ്സൊക്കെ അർമാദിക്കുമ്പോഴല്ലോ മഹാരാഷ്ട്രയിൽ വോട്ട് മുഴുവൻ പോയി വീണെടുത്ത് തലയില്ല. തെറ്റ് സംഭവിക്കാം, മനുഷ്യ സഹജമാണ്. അല്ല, ഇത്രയും ഭൂരിപക്ഷത്തിൽ ജനങ്ങളുമൊക്കെ ഉണ്ടായിട്ടും മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തില്ല. വോട്ട് ചെയ്ത വോട്ടേക്കാൾ 10-76 ലക്ഷം കൂടുതലുണ്ടായി. വോട്ടിംഗ് മെഷീൻ താകെ കൂടി തമ്മളിനാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കഴിഞ്ഞ ആ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര ഇലക്ഷനിലെങ്കിലും നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ വോട്ടിംഗ് മെഷീൻ ഞങ്ങളില്ല, വോട്ടില്ല, അവർ ഭരിച്ചിട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയും. അതെന്താ? ജാർഖണ്ഡിൽ ജയിച്ചു, കാശ്മീരിൽ ജയിച്ചു. അപ്പോൾ ഇതിന് പ്രശ്നമില്ല. അതൊക്കെ പണ്ടൊരു വിദേശ ചാനൽ പറയാറുണ്ട്, ഇത് തന്ത്രമാണ്. കാരണം മണം കെട്ട് വാളെ പിടിക്കും പോലെയാണ്. നിങ്ങൾ കർണാടകയിൽ കൊടുത്തതിനെ കുറിച്ച് ഇതുപോലെ പറയുന്നുണ്ട്. കർണാടക വിട്ടുകൊടുത്ത്, ദക്ഷിണേന്ത്യയിൽ കർണാടക വിട്ടുകൊടുത്താണ്. അപ്പോൾ വോട്ടിംഗ് മെഷീൻ കുഴപ്പമില്ല. അതിനുശേഷം ദേശീയ പൊതു തെരഞ്ഞെടുപ്പിൽ തട്ടിക്കില്ലേ? ഇതാണ് ഇത്ര വ്യക്തമായിട്ടുണ്ടായിട്ടും വ്യക്തമായിട്ട് ഉണ്ടായി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, റിട്ടയർഡ് ചെയ്ത ചീഫ് ജസ്റ്റിസ് സുപ്രീം കോർട്ട് അദ്ദേഹത്തിന് അതിന് ഒരു ആഗ്രഹമില്ല, ഒരു മെമ്പറൊന്നും ആകാറില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ജന്തർ മന്ദറിൽ ദിവസവും സമരം നടത്തി. അന്ന് ഈ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ സോണിയാഗാന്ധിയാണ് മാറ്റി നിർത്താറ്. അവിടെ തിരിഞ്ഞു പോകാൻ ലക്ഷം മിനിറ്റ് ചെയ്തിട്ടുണ്ടോ? അന്ന് അവിടെ കൂടുന്ന സമരം ചെയ്ത് നമ്മൾ ഇലക്ഷൻ ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ ഇന്നും BJP ഭരിക്കില്ല, ചെയ്തില്ല. അപ്പം ഇങ്ങനെയുള്ള മണ്ടന്മാരെയും ബുദ്ധിശൂന്യരെയും വെച്ചുകൊണ്ട് എങ്ങനെ ഇന്ത്യ പോലെ മഹാരാജ് 6008 ജാതി ഉപജാതികളിലെ ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും? ആ ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞു. പണ്ട് VP സിംഗ് മണ്ഡൽ കമ്മീഷൻ നടപ്പാക്കുന്നത് തമിഴ്നാട്ടിൽ വെച്ച് പറഞ്ഞ പോലെയാണ്. ഒരു കാര്യവും സ്റ്റഡി ചെയ്യാതെ അങ്ങോട്ട് പ്രഖ്യാപിച്ചു. 2 ആഴ്ച ഭരണവും പോയി. ഇപ്പോൾ രാഹുൽ ഗാന്ധി ജാതി സെൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഭരണം ഉണ്ടായിരുന്നെങ്കിൽ 2 ആഴ്ച പോയേ. ഭരണമില്ലാത്തതുകൊണ്ടൊന്നും ഭയമില്ല, ഉള്ള സ്ഥലത്ത് പോയി.
അത്ര നിഗൂഢമായ രഹസ്യ പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ സവർണ ഫാസിസ്റ്റുകളും സവർണ വിഭാഗത്തിൻ്റെ വിഭാഗവും. ആ രാജ്യത്തേക്ക് രാഹുൽ ഗാന്ധി ഒന്നും തയ്യാറെടുപ്പാതെ ജാതി സെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെ ചതിക്കും സംശയമില്ല. പിന്നെ വോട്ട്, ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയാൻ നിർത്താണ്. ഒന്ന്, വോട്ട് ലിസ്റ്റ് പേര് ചേർക്കുക, വോട്ട് ചെയ്യിക്കുക, വോട്ട് എണ്ണി തിട്ടപ്പെടുത്തുന്നവരെയും അതിൻ്റെ കൂടെ നിൽക്കുക, ഒരു വോട്ട് ചെയ്യിച്ചാൽ ജയം തന്നെയാണ്. ഇതാണ് വേണ്ടത്. ഇത്തരം കാര്യമൊന്നും നിങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയില്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് പറയാനാണ് പ്രധാനപ്പെട്ട സംഭവം. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.